ഇനി ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നൽകുന്ന ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുവോ? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, കേട്ടോളേൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വൽ വജ്ജാറു സ്വാലിഹൂ, അതായത് നല്ല അയൽവാസികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്താണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്? വജാറു സാലിഹ്, അതായത് സാലിഹായ, അതായത് നല്ല അയൽവാസികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ അയൽവക്ക ബന്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ. അയൽവാസികളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യലും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെന്താണ്, അത് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. അവിടെ ജാതി മത ഭേദമന്യേ, അവിടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ആരാണോ നമ്മുടെ നമ്മുടെ ഭവനത്തിന്റെ അടുക്കൽ താമസിക്കുന്ന നമ്മുടെ അയൽവാസികൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അവരെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യല് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അവിടെ ജാതി മത ഭേദമന്യേ, അവിടെ നിങ്ങൾ ഒരിക്കലും മതം നോക്കരുത്. അവിടെ നിങ്ങൾ ഒരിക്കലും അവന് മതമുണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾ നോക്കരുത്. ആരായാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം തന്നെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അയൽവാസികളോടുള്ള കടമകൾ മനസ്സിലാക്കാൻ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ കാണാം. അള്ളാഹുവിനോടുള്ള കടമകൾ കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അയൽവാസികളോടുള്ള കടമകളെ കുറിച്ചാണ്, അയൽവക്ക ബന്ധത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്. കേട്ടോളൂ. വജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അകന്ന അയൽക്കാരോടും അടുത്ത അയൽക്കാരനോടും നിങ്ങൾ നല്ല രീതിയിൽ സഹവസിക്കണം, പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാം. മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നാം അയൽവക്ക ബന്ധത്തിന്റെ മഹത്വം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യം നാം മനസ്സിലാക്കണ്ടേ. അതിന്റെ ഗൗരവം, അവരോടുള്ള കടമയുടെ ഗൗരവം നാം എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ ഇന്ന് ഈ അനുഗ്രഹീതമായ ഈ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അയൽവാസികളോട് കാണിക്കേണ്ട കടമകൾ ഇന്ന് എത്ര ആളുകളാണ് നിർവഹിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് സ്വയമായി വിലയിരുത്തി നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമസ്കാരം കൊണ്ട് മാത്രം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കരസ്ഥമാക്കാൻ പറ്റൂല. ഇതുപോലുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവന് സ്വർഗമെന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ.
നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും ഒരു മോഹമുണ്ടോ? അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ഇബാദത്തുകളിലെല്ലാം പിഴവുകളുണ്ട്. അതുകൊണ്ട് ആ ഇബാദത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇതുപോലുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടെ ഏർപ്പെട്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാത്തിടത്തോളം കാലം എത്രമാത്രം ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അയൽവാസികളോടുള്ള കടമകൾ, കുടുംബക്കാരോടുള്ള കടമകള് ഒരു സമൂഹത്തിന്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കടമയുണ്ട്. അത് നിർവഹിക്കാത്തിടത്തോളം കാലം നീ ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എങ്ങനെ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫയുക്രിം ജാറഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അയൽവാസികളെ ഫലിയുക്രിം ജാറഹു, അവനവന്റെ അയൽവാസികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആഖിർ അതായത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, നീ അയൽവാസികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് അയൽവാസികളോടുള്ള കടമയുടെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ, ഒരു മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ അള്ളാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്ത ഒരു മുസ്ലിം അവൻ മുഅ്മിനല്ല, അവൻ വിശ്വാസിയല്ല. അപ്പൊ അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫയുക്രിം ജാറഹു എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അങ്ങനാണെങ്കിൽ നീ അയൽവാസികളെ ആദരിച്ചു കൊള്ളട്ടെ, ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ, അയൽവാസികളോട് അനാദരവ് കാണിക്കുന്നവൻ അയൽവാസികളോട് അനാദരവ് കാണിക്കുന്നവൻ വിശ്വാസിയല്ല, മുഅ്മിനല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ചെറിയ ചെറിയ നിസാര വിഷയത്തിന്റെ പേരിലല്ല ഇന്ന് പലരും അയൽവക്ക ബന്ധം മുറിക്കുന്നത്. നാം ചിന്തിക്കണം, അയൽവാസികളെ ചീത്ത വിളിക്കുന്നവരുണ്ടോ? അയൽവാസികളെ കാര്യം അറിയാതെ മനസ്സിലാക്കാതെ ചീത്ത വിളിക്കുന്നവരുണ്ടോ? അവരെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ? അവരെ വേദനിപ്പിക്കുന്നവരുണ്ടോ? അവരെ മനസ്സിലാക്കിക്കോ, അവര് മനസ്സിലാക്കണം. ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ അയൽവക്കക്കാരെ ചീത്ത വിളിക്കുന്നവരെ, ക്രോശിക്കുന്നവരെ, പ്രയാസപ്പെടുത്തുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു വലിയൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്താണ് ആ നഷ്ടമെന്നറിയുമോ? ഓരോ മുഅ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹമാണ് അവനിൽ നിന്ന് നഷ്ടമാകുന്നത്. എന്താണ് അവനിൽ നിന്ന് ആ നഷ്ടമാകുന്ന അനുഗ്രഹം എന്താണെന്ന് കേട്ടോളിന്. ഒരു ഹദീസ് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ലാ യദ്ഖുലുൽ ജന്നത മൻ, ഒരുവനുണ്ടല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ,
ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ആരെയാണ് അല്ലാഹു പ്രവേശിപ്പിക്കാത്തതെന്നറിയുമോ പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലാ യഅ്മനു ജാറുഹു ബവാഇകഹു. തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി സുരക്ഷിതനല്ലാത്തവൻ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അതായത് എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണേ, തന്റെ അയൽവാസികളെ വേദനിപ്പിക്കുന്നവരെ, കാര്യമറിയാതെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ സ്വന്തം അയൽവാസികളെ ക്രോശിക്കുന്നവരെ, ചീത്ത വിളിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അയൽവാസികളെ വേദനിപ്പിക്കുന്നവര്, പ്രയാസപ്പെടുത്തുന്നവർ, ക്രോശിക്കുന്നവര്, അവരെ കൊട്ടിഘോഷിക്കുന്നവരൊക്കെ മനസ്സിലാക്കിക്കോ. തെറ്റിദ്ധാരണകളുടെ പേരിൽ ചീത്ത വിളിക്കുന്നവര് മനസ്സിലാക്കിക്കോ. അതുപോലെ തന്നെ അയൽവാസികളെ വേദനിപ്പിക്കുന്നവര് മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്താണ്? നാമൊക്കെ ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമാണ് അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹു നഷ്ടപ്പെടുത്തുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ അയൽവാസികളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അവരോട് നിങ്ങൾ അനാദരവ് കാണിക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അവരെ കുറിച്ച് അപവാദങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കരുത്, അവരെ നിങ്ങൾ പരിഹസിക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരുവൻ തന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്നത് അത് എത്ര വലിയ പാപമാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം, ഏതൊരു അയൽവാസിയുടെ അവകാശങ്ങളെയാണോ തടയപ്പെട്ടത്, ആ തടഞ്ഞ അയൽവാസിക്കെതിരെ തടയപ്പെട്ട അയൽവാസി നാളെ ആഖിറത്തിലേക്ക് അവന് എതിരായിട്ട് കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കേട്ടോളിനൊരു ഹദീസ്. عن ابن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ. قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കമ്മിൻ ജാരിൻ മുതഅല്ലിഖുൻ ബിജാരിഹി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, കമ്മിൻ ജാരിൻ മുതഅല്ലിഖുൻ ബിജാരിഹി. എത്രയോ അയൽവാസികളാണ് തന്റെ അയൽവാസികളിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്, തന്റെ അയൽവാസികളിലെ ബന്ധിക്കപ്പെട്ടവനായിട്ടുള്ളതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. യഖൂലു, ആ ബന്ധിക്കപ്പെട്ട അയൽവാസി ഉണ്ടല്ലോ, നാളെ ഖിയാമത്ത്, നാളെ യൗമൽ ഖിയാമത്തി, നാളെ അവനുണ്ടല്ലോ തന്റെ അവകാശങ്ങളെ ബന്ധിപ്പിച്ച അയൽവാസിക്കെതിരെ നാളെ ആഖിറത്തിലുണ്ടല്ലോ, ഖിയാമത്ത് നാളിലുണ്ടല്ലോ അവൻ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ.
യഖൂലു വന്നിട്ടുണ്ടല്ലോ, അവൻ ആഖിറത്തിലേക്ക് നിനക്കെതിരെ കടന്നു വന്നിട്ട് പറയുമത്രേ, യാ റബ്ബീ, എന്റെ റബ്ബേ, ഹാദാ അലക ബാബുഹു ദൂനി, ഇയാൾ അയാളുടെ വാതിൽ എന്നെ കൂടാതെ കെട്ടിയടയ്ക്കുകയും ഫമനഅ മഅറൂഫഹു, അവന് കിട്ടിയ നന്മകൾ എനിക്കുണ്ടല്ലോ തടയുകയും ചെയ്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആഖിറത്തിൽ നിനക്കെതിരെ വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നിന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ നീ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യൂക്കുകൊണ്ടും നിന്റെ ദുനിയാവിലുള്ള നിന്റെ പവറുകൾ കൊണ്ട്, ഈ ലോകത്തുള്ള നിന്റെ പവറുകൾ കൊണ്ട് നീ അവരുടെ ഏതെങ്കിലും ഒരു അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിനക്കെതിരായിട്ട് ആ ഖിയാമത്ത് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ നിനക്കെതിരായിട്ട് കടന്നു വരും. എന്നിട്ട് അവൻ പറയും ഹാദാ അഅലക ബാബുഹു ദൂനി, അയാളുടെ വാതിൽ എന്നെ കൂടാതെ കെട്ടിയടയ്ക്കുകയും ഫമനഅ മഅറൂഫഹു, അവനിക്ക് കിട്ടിയ നന്മകൾ എനിക്ക് തടയുകയും ചെയ്തവനാണ്. അല്ലാഹുവേ, നീ ഇവനെ വെറുതെ വിടല്ലേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നിനക്കെതിരായിട്ട് നീ ഏതൊരു നിന്റെ ഏതൊരു അയൽവാസിയുടെ അവകാശങ്ങളെയാണോ നീ തടഞ്ഞത്, ആ തടയപ്പെട്ട അയൽവാസി നിനക്കെതിരെ നാളെ ആഖിറത്തിൽ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവനെ അള്ളാഹു കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ അയൽക്കാരന്റെ വഴി തടയുന്നവര് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം, അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നവർ മനസ്സിലാക്കണം. ചില അയൽവക്കക്കാരുണ്ട്, തന്റെ അയൽവാസിക്ക് വണ്ടി കയറാൻ പോലും സ്ഥലം കൊടുക്കാത്ത ആളുകളുണ്ട് അല്ലേ? മനസ്സിലാക്കിക്കോ, ഇത് അവരുടെ അവകാശങ്ങളെ നിങ്ങൾ തടയുകയല്ലേ ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തന്റെ അയൽവാസിക്ക് വെള്ളമില്ലാതെ വരുന്ന അവസ്ഥയില് വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ടോ? അത് മതം നോക്കിയിട്ടല്ല നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. വെള്ളം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. അത് ഒരിക്കലും നാം തടഞ്ഞു വെക്കാൻ പാടില്ല. വേനൽക്കാലമൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് അയൽവക്കക്കാർക്ക് വെള്ളമില്ലാതെ വരുമ്പോ അയൽവാസികൾ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ എടുക്കാൻ വരുമ്പോ അവരുടെ അവകാശമാണ് അതെടുക്കല്. അതിനെ തടഞ്ഞു വെക്കുന്നവര് മനസ്സിലാക്കിക്കോ, നാളെ ആഖിറത്തിൽ നിനക്കെതിരെ നിന്റെ അയൽവാസി കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അള്ളാഹു നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ചില ആളുകളുണ്ട്, പണ്ടുള്ള കാർന്നവന്മാര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കില് അവിടെ നിന്നും ഉള്ള പക പിന്നീട് എന്താണ് അവരുടെ പാരമ്പര്യത്തിലുള്ള കൊച്ചുമക്കളോട് പോലും അവര് കാണിക്കുന്ന ചില തടഞ്ഞു വെക്കുന്ന ചില അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തമ്മിലുള്ള കഴിഞ്ഞ കാലത്തുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരില് അവരുടെ മക്കളുടെ നേരെയും നിങ്ങൾ അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാളെ നിനക്കെതിരെ നിന്റെ അയൽവാസികൾ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വാക്ക് നീ ഒരിക്കലും മറന്നു പോകരുത്. അള്ളാഹു നിന്നെ മുഖം കുത്തിയവനായ നിലയിൽ നിന്നെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. ആ ഒരു അവസ്ഥ വേണ്ടെങ്കിൽ ഒരു അയൽവാസിയുടെയും അവകാശങ്ങൾ നാം തടഞ്ഞു വെക്കരുത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിനക്കില്ലെങ്കിലും നീ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ജാതി മതഭേദമന്യേ ആ മതമുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്, അവർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ തന്റെ അയൽവാസികളെ ഉപദ്രവിച്ച് അവരുടെ സ്ഥലങ്ങളെ കയ്യേറ്റം ചെയ്ത് എടുക്കുന്ന ആളുകളെ മനസ്സിലാക്കിക്കോ, നാളെ നിനക്കെതിരെ ആഖിറത്തിൽ നിന്റെ അയൽവാസി കടന്നു വരും. അതിലൂടെ നിന്റെ ആഖിറത്തിലെ ആനുകൂല്യങ്ങളെല്ലാം അള്ളാഹു നഷ്ടമാക്കും. അതിലൂടെ നീ നരകമാണ് കരസ്ഥമാക്കുന്നതെന്ന് മറന്നു പോകരുത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. അതല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അയൽവാസികളോടുള്ള കടമകൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത്
വിചാരിച്ചത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസികളോടുള്ള കടമകളെ കുറിച്ച് അള്ളാന്റെ റസൂലിനെ പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂല് വിചാരിച്ചു പോയി. എന്താണ് നബി തങ്ങൾ വിചാരിച്ചതെന്നറിയുമോ? ഒരു ഹദീസ് കേട്ടോളിൻ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാരി. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അയൽവാസിയുടെ കാര്യത്തില് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചപ്പോൾ ഹത്താ ഏതുവരെ എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലലന്തു ഞാനുണ്ടല്ലോ വിചാരിച്ചു പോയി, അന്നഹു സയുവരിസുഹു നിശ്ചയമായും അവരുണ്ടല്ലോ അയൽവാസികള് അവര് തന്റെ അനന്തര സ്വത്തിന് പോലും അവകാശികളാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികളോടുള്ള കടമകൾ ഇങ്ങനെ ഇന്നതാണ് നബിയെ എന്ന് അള്ളാന്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാന്റെ റസൂൽ വിചാരിച്ചു പോയത് എന്താണ്? ആ അയൽവാസികൾക്ക് തീർച്ചയായും അവർ അയൽവാസികൾക്ക് അനന്തര സ്വത്ത് പോലും എന്റെ അനന്തര സ്വത്ത് പോലും അവർക്ക് അവകാശമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രമാത്രം ഗൗരവത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽവാസികളോടുള്ള കടമകൾ പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇത്രയും ഗൗരവത്തിൽ നബിതങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് അയൽവാസികളോടുള്ള കടമകൾ പഠിപ്പിച്ചെങ്കിൽ തന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്നവൻ എത്ര വലിയ പാപമാണ് ചെയ്യുന്നതെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം മുസ്ലിമേ. അള്ളാഹു നമ്മയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ, രക്ഷിക്കുമാറാകട്ടെ. ഇതുപോലുള്ള വലിയ പാപങ്ങളിൽ പെട്ടുപോകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്ന ഉത്തമനായ അയൽക്കാരനായി മാറണം. നാളെ ആഖിറത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ല മാന്യനായ മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇതാ കേട്ടോളിന് ഒരു ഹദീസും കൂടെ. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്ന നിവേദനം ചെയ്യുന്ന ഹദീസാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്, ആരാണ് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കലുണ്ടല്ലോ ഏറ്റവും ഉത്തമനെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഖൈറുഹും ലിജാരിഹി, തന്റെ അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്? ഖൈറുഹും ലിജാരിഹി, തന്റെ അയൽവാസികളോട് തന്റെ അയൽക്കാരോട് നല്ല നിലയിൽ സഹവസിച്ചവനാണ്, നല്ല നിലയിൽ പെരുമാറുന്നവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം അയൽവാസിക്ക് നന്മ ചെയ്യുക, ആ വിഷയത്തിൽ നാം ശ്രദ്ധ പുലർത്തണം പ്രിയപ്പെട്ടവരെ. നാം നമ്മുടെ അയൽവക്ക ബന്ധം നിലനിർത്താൻ ഇടയ്ക്കൊക്കെ നീ അവർക്ക് ഹദിയകള്, അതായത് സമ്മാനങ്ങൾ നീ നൽകണം.
ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വിദേശത്തു നിന്നൊക്കെ നീ വരുമ്പോൾ, നീ പോയിട്ടൊക്കെ വരുമ്പോൾ നിന്റെ അയൽവാസിക്ക് വേണം നീ ആദ്യം ഹദിയകള് സമ്മാനങ്ങളൊക്കെ നൽകേണ്ടത്. അങ്ങനെയാണ് നീ അവിടെ ജാതി മതം നിങ്ങൾ നോക്കരുത്. മതമുണ്ടോ ഇല്ലയോ എന്നല്ല നിങ്ങൾ അവിടെ നോക്കേണ്ടത്. അവന് നിന്റെ അയൽവക്ക ബന്ധമാണോ എങ്കിൽ നീ അവന് ആണ് ആദ്യം ഹദിയകളും കാര്യങ്ങളും ഒക്കെ നൽകേണ്ടത്. ഇനി ഹദീസ് ഇനി ഹദിയകൾ കുറവാണെങ്കിലോ നാം മനസ്സിലാക്കണം, ആകപ്പാടെ നമ്മള് എന്താണ് വിദേശത്തൊക്കെ പോയി ഗൾഫിലൊക്കെ പോയി, ഇന്നത്തെ കാലമാണല്ലോ, ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഹദിയകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ അയൽവക്കക്കാർക്ക് നാം നൽകണം. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്താണ് ഹദിയകൾ ചെയ്യുന്നതിൽ കുറവുണ്ടെങ്കിൽ എന്താണ് അതായത് വലുതായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, ആകപ്പാട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ആർക്കാണ് കൊടുക്കേണ്ടത്? അയൽവക്ക ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ ഭവനത്തിന് ചുറ്റിനുമുള്ള 40 വീടുകളാണ് നമ്മുടെ അയൽവക്ക ബന്ധം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഹദിയകൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്ത് നീ വാതിൽ തുറന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്ന ഭവനം ഏതാണോ അവരാണ് നിന്റെ അടുത്ത അയൽവക്ക ബന്ധം. അപ്പൊ അവർക്ക് നീ ആ ഹദിയ നൽകണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാരണം ഹദിയകളൊക്കെ ബന്ധങ്ങളെ നിലനിർത്താൻ സഹായിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ഹദിയകൾ ഉണ്ടല്ലോ, അത് എപ്പോഴും നമുക്ക് എന്താണ് ബന്ധങ്ങളെ നിലനിർത്താൻ കാരണമാകുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടോളിൻ, ഒരു ഹദീസ് കേട്ടോളിൻ. عن أبي هريرة رضي الله عنه قال മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ, ഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, യാ നിസാഅൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്കിറന്ന ജാറഹു ലാ തഹ്കിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ഒരു അയൽവാസിനെയും തന്റെ അയൽവാസിനിയെയും നിസാരമായി കാണരുതേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഒരു ആടിന്റെ കാലെങ്കിലും നിങ്ങൾ സമ്മാനമായി നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങൾ നൽകണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. ഹദിയകൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, യാ നിസാഅൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അയൽവാസികൾക്ക് കുറഞ്ഞതൊരു ആടിന്റെ കാലെങ്കിലും നിങ്ങൾ സമ്മാനമായി ഹദിയ നൽകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വലിയൊരു സൈക്കോളജി നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു മനുഷ്യനുമായി നമുക്ക് സൗഹൃദം പങ്കിടാനും അതുപോലെ ആ സ്നേഹബന്ധം അങ്ങ് നിലനിർത്തുവാനും നിങ്ങൾ ഹദിയകള്, അതായത് ഇടയ്ക്കിടയ്ക്ക് ചില സമ്മാനങ്ങൾ നിങ്ങൾ അവർക്ക് നൽകിയാൽ, പരസ്പരം നൽകിയാൽ ആ ബന്ധം എപ്പോഴും നിലനിൽക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എത്ര മിണ്ടിയിട്ടുണ്ടെങ്കിലും എന്താണ് മാനസികമായിട്ടുള്ള ഒരു
അടുപ്പമുണ്ടാവുകയില്ല. അല്ലേ? ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, മിണ്ടിയപ്പോ ഒന്ന് മിണ്ടിയപ്പോ പിന്നെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്തായിരിക്കാം ഒരുപക്ഷെ അവര് നിങ്ങളോട് മിണ്ടുന്നത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു സ്നേഹബന്ധം നിലനിർത്തണമെങ്കിൽ, ഒരു സൗഹൃദം നമ്മൾ നിലനിർത്തണമെങ്കിൽ എപ്പോഴും അവിടെ ഒരു ഹദിയ നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ. ആ ഹദിയ കൊടുക്കുമ്പോൾ ആ സ്നേഹബന്ധം എന്നും മരണം വരെയും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഹദിയകൾ കൊടുക്കാനായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുപക്ഷെ സംസാരം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു അടുപ്പം എന്ന് പറയുന്നത് അത് എന്നെന്നും കാലാകാലം നിലനിൽക്കണമെന്നില്ല. അല്ലേ? ചില ആളുകളൊക്കെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആളിയാ ഓടിക്കോ, ഇന്ന ആള് വരുന്നുണ്ടെന്ന് പറയും. അല്ലേ? അങ്ങനെ ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതല്ല ശരിക്കും. നമ്മൾ ഒരു മനുഷ്യനുമായിട്ട് എന്താണ് ഹൃദയംഗമായി അടുക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം അവിടെ എന്താണ് നിറകളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ യഥാർത്ഥ സ്നേഹം വരണമെങ്കിൽ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിൽ ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, കുടുംബക്കാർക്ക്, അതുപോലെ തന്നെ നാം കുടുംബക്കാർക്കും കുടുംബ ബന്ധം ചേർക്കുവാനും അയൽവക്ക ബന്ധം നിലനിർത്തുവാനും പരസ്പരം സൗഹൃദങ്ങൾ നിലനിർത്തുവാനും നിങ്ങൾ ഹദിയകൾ കൊടുത്തു നോക്കിക്കേ. ആ സ്നേഹബന്ധം നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സൈക്കോളജിയാണ്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവിനിടയ്ക്കൊക്കെ ഒരു ഹദിയകൾ, സമ്മാനങ്ങൾ നൽകണമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. അതുപോലെ ഭർത്താക്കന്മാര് ഭാര്യയ്ക്കും ഇടയ്ക്ക് ചില സമ്മാനങ്ങൾ, ഹദിയകൾ നൽകണമെന്ന് പറഞ്ഞു. ആ ബന്ധം നിലനിൽക്കാൻ അത് കാരണമാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ അയൽവക്ക ബന്ധം അത് നിലനിൽക്കണമെങ്കിൽ നാം ഹദിയകൾ നൽകണം. ആ ഹദിയകൾ കൊടുക്കുമ്പോൾ അവർ എപ്പോഴും നമ്മെക്കുറിച്ച് ഓർക്കുകയും നമ്മളോടൊരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അയൽവക്ക ബന്ധത്തെ നാം നിലനിർത്തേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്, ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സാലിഹായ ഒരു അയൽവാസിയെ നമുക്ക് ലഭിക്കുക എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ബന്ധം എന്നും നാം നിലനിർത്തണം. അതിന് ഇതുപോലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിത യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സാലിഹായ അയൽവാസികൾ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തന്റെ അയൽവാസിയുടെ കാര്യത്തിൽ നീ ജാഗ്രത കാണിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഏതുപോലെ ആഹാരത്തിന്റെ വിഷയത്തിൽ പോലും നീ നിന്റെ അയൽവാസിയുടെ കാര്യത്തിൽ നീ ജാഗ്രത കാണിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു ഹദീസ് കേട്ടോളിൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, മാമന ബിമൻ ബാത ശബആന വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലമു ബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഏതൊരുവനാണോ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവനുണ്ടല്ലോ, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ മറ്റൊരു റിവായത്തിൽ കാണാം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, യാ അബൂദറിൻ, അല്ലയോ അബൂദറേ, ഇദാ തബഖത മർഖതൻ, ഇദാ തബഖത മർഖതൻ, താങ്കൾ ഒരു കറി വെക്കുകയാണെങ്കിൽ, താങ്കൾ ഒരു വിഭവം തന്റെ വീട്ടിൽ തന്റെ ഭവനത്തിൽ വെക്കുകയാണെങ്കിൽ, ഫഅക്സിർ മാഹാ, അതിലൽപ്പമുണ്ടല്ലോ വെള്ളം നിങ്ങൾ കൂട്ടണേ അബൂദറേ. എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വതആഹദ് ജീറാനക, നിങ്ങളുടെ അയൽവാസികളെയും പരിഗണിക്കാനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അള്ളാന്റെ റസൂല് പറയുകയാണ്, തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നുണ്ടോ, നീ എന്നിൽപ്പെട്ടവനല്ല, നീ മുസ്ലിം അല്ല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അയൽവാസികളോടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആ തീവ്രത എത്രമാത്രമാണ് ഇസ്ലാം നൽകുന്നതെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഭവനത്തിന്റെ അടുത്തുള്ള 40 വീട്ടുകാരാണ് നമ്മുടെ അയൽവക്ക ബന്ധമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭവനത്തിൽ എന്തെങ്കിലും ഒരു ആഹാരം വെച്ചു കഴിഞ്ഞാൽ തന്റെ അയൽവാസികളോട് ചോദിക്കുമായിരുന്നു, തന്റെ അയൽവാസികൾക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. ആ ഒരു ചര്യ നമ്മളും പിൻപറ്റണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇവിടെ നാം മനസ്സിലാക്കണം, അതുകൊണ്ട് നാമും ഇങ്ങനെ ചെയ്യുന്നവരായി മാറണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എത്രയോ ആളുകളാണ് സ്വന്തം അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ നാം വിചാരിക്കും നമ്മുടെയൊന്നും സ്ഥലങ്ങളിൽ പാവപ്പെട്ടവരില്ല എന്ന്. ഒരു നേരത്തെ ആഹാരം കഴിക്കാത്ത ആളുകളൊന്നും നമ്മുടെ ഇടയിലില്ല, പിന്നെന്തിനാ നമ്മൾ ചോദിക്കുന്നത് എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല, ചോദിക്കൽ നിന്റെ മേൽ കടമയാണ്. നാം മനസ്സിലാക്കണം. മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ചോദിക്കണം. ആഹാരത്തിന് വകയുണ്ടോ ഇല്ലയോ എന്നല്ല നമ്മൾ നോക്കണ്ട, ചോദിക്കൽ എന്താണ്? നമ്മളുടെ കടമയാണ്. അങ്ങനെ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല, എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ ഗൗരവം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ വീടിന്റെ ഭവനങ്ങളുടെ അടുക്കൽ പാവപ്പെട്ട എത്ര ആളുകളുണ്ട്, എത്രയോ കുട്ടികളുണ്ടെന്ന് നാം ചിന്തിക്കണം. അവരുടെയൊക്കെ കാര്യത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ കാര്യം നാം ചെയ്യാറുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. എന്തിനേറെ പറയണം, സ്വന്തം കുടുംബത്തിൽ പോലും, സ്വന്തം ചില നാടുകളിലൊക്കെ, ചില നാടുകളിൽ നല്ല മിക്ക നാടുകളിലും ഇന്നെന്താണ്, അയൽവക്കക്കാര് സ്വന്തം കുടുംബക്കാരിൽപ്പെട്ടവരുമുണ്ട്. നാം ചിന്തിക്കണം, നമ്മുടെയൊക്കെ അയൽവക്കത്ത് നമ്മുടെ സ്വന്തം കുടുംബക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കണം, ആ കുടുംബക്കാരെ പോലും നമ്മൾ ഇന്ന് പരിഗണിക്കുന്നില്ല അല്ലേ? അങ്ങനെയുള്ളവര് മനസ്സിലാക്കണം, 2 ബന്ധങ്ങളാണ് നിങ്ങൾ മുറിച്ചത്. എന്തേ? തന്റെ അയൽവക്കത്ത് തന്റെ കുടുംബക്കാരായ അയൽവാസികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പരിഗണിച്ചില്ല എങ്കിൽ 2 കുറ്റമാണ് നിങ്ങളുടെ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് വിധേയമാകാനുള്ള കാരണം. ഒന്ന് കുടുംബ ബന്ധം മുറിച്ചതിന്റെ പേരിൽ നരകം, ഒന്ന് അയൽവക്ക ബന്ധം മുറിച്ചതിന്റെ പേരിൽ നരകം. ഇത് 2ഉം നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ ആ കാര്യത്തിൽ നീ ജാഗ്രത കാണിച്ചില്ല എങ്കിൽ നരകം നിന്റെ മേലെ എന്താണ്, നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എത്രയോ അനാഥ കുട്ടികൾ, യതീമായ കുട്ടികൾ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക്
ഒന്ന് പോയി ചെന്ന് അവരൊക്കെ ഭക്ഷണം കഴിച്ചോ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ കടമയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട എത്രയോ മക്കളുണ്ട്, ഉമ്മ മരിച്ചുപോയ, ഉപ്പ മരിച്ചുപോയ മക്കള് തന്നെ ജീവിക്കുന്നവര്. അവരെയൊക്കെ ഒന്നും പരിഗണിക്കാതെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാളെ എന്താണ് നരക തീ കുണ്ടാരത്തിലേക്ക് പോയി കിടക്കേണ്ടവരാണെന്ന് മറന്നു പോകണ്ട. അങ്ങനെയൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കടമയാണ് അയൽവക്ക ബന്ധം നിലനിർത്തൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ഇബാദത്തുകളും നമസ്കാരവും ഒക്കെ നിർവഹിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ മുറിച്ചിട്ട് നമ്മൾ വലിയ നിസ്കാരക്കാരാണ്, ഓതുന്നവനാണ്, അതുപോലെ തന്നെ എന്താണ് വലിയ ഖുർആൻ ഓത്തുകാരനാണ്, അതുപോലെ തന്നെ വലിയ ഒക്കെ ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നിട്ട് എന്താ പ്രയോജനം? ഇതൊക്കെ കൊണ്ട് നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുവോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്, അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും. ഇതൊക്കെ മുറിച്ചവന്മാർ സ്വർഗത്തിൽ പോവോ? നമ്മൾ ചിന്തിക്കണം. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദീനിന്റെ വിഷയത്തിൽ എതിർക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ കുടുംബ ബന്ധവും അതുപോലെ തന്നെ നമ്മുടെ അയൽവക്ക ബന്ധവും എന്ന് പറയുന്നത്. നമ്മൾ നിലനിർത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുന്ന കൂട്ടത്തില് ഒരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് നല്ല സാലിഹായ അയൽവാസികൾ എന്നത്. അപ്പൊ അതുകൊണ്ട് അയൽവക്ക ബന്ധമൊക്കെ നാം നിലനിർത്തുക. അതിന് നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.